അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ സരിഗമ എങ്ങനെയൊക്കെയാണ് വായിക്കേണ്ടതെന്ന് എനിക്കറിയുന്ന രീതിയിൽ 2-3 തരത്തിൽ പെട്ടെന്ന് പഠിക്കാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യങ്ങളുണ്ട്. ഈ സ എന്ന് പറയുമ്പോൾ സായുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്വരം ഇത് നീയാണ്. സ എന്ന് പറയുമ്പോൾ ഈ നീയിൽ വേണം ടച്ച് ചെയ്യാൻ. സ ഇപ്പോൾ നമ്മൾ നോർമലി സ വായിക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ നമുക്കിത് ഒന്ന് ടച്ച് ചെയ്ത് വായിക്കേണ്ടി വരും. അപ്പം നമ്മളൊന്ന് ടച്ച് ചെയ്ത് വായിക്കേണ്ടി വരും. അതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കണം. അപ്പം സ മാത്രമല്ല എല്ലാ സ്വരങ്ങളും ഇതുപോലെ ടച്ച് ചെയ്ത് വായിക്കേണ്ടി വരും. അപ്പോൾ സരിഗമ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതും കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ പാട്ടുകളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഇച്ചിരി ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ സ വായിക്കുമ്പോൾ നീയിലാണ് ടച്ച് ചെയ്യേണ്ടത്, സായുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ രീ വായിക്കുമ്പോൾ നമ്മൾ സായി വേണം ടച്ച് ചെയ്യാൻ. ഗ വായിക്കുമ്പം രീയിൽ വേണം ടച്ച് ചെയ്യാൻ. മനസ്സിലായോ? സായ്ക്ക് ഇവിടെ രീക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സായിൽ വേണം ടച്ച് ചെയ്യാൻ. അതുപോലെ ഗായ്ക്ക് കിട്ടണമെങ്കിൽ നമ്മൾ രീയിൽ വേണം ഇങ്ങനെ ടച്ച് ചെയ്യാൻ. അതുപോലെ മായ്ക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഗ ടച്ച് ചെയ്ത് കിട്ടാൽ മതി. അപ്പം മാ കുറച്ചുകൊണ്ട് ഇത് കിട്ടും. പിന്നെ പായ്ക്ക് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വേറെ ഹോളൊന്നും ഇല്ലാത്തത് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പാ അതേപോലെ തന്നെ ആയിരിക്കും. ദായ്ക്ക് ഇതേപോലെ ടച്ച് ചെയ്യാം, ദാ ദാ. അതിൽ നീക്ക് ഇത് സാ പഴയ പോലെ തന്നെ. ഇത് ടച്ച് ചെയ്ത് വായിക്കാനും അതുപോലെ ടച്ച് ചെയ്ത് അടയ്ക്കാനും പഠിക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു ശബ്ദം വായിക്കുന്ന നേരത്ത് അത് അടുത്തുള്ള സ്വരങ്ങൾ ടച്ച് ചെയ്യാനും തിരിച്ചടയ്ക്കാൻ നേരത്ത് ഇതുപോലെ അടിച്ച് ടച്ച് ചെയ്തിട്ടെല്ലാം തിരിച്ച് നിർത്താനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതുകൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് കുറച്ചുകൂടെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇത് ആവശ്യം വരും, പാട്ടുകൾക്ക് സ്വരങ്ങൾ ടച്ച് ചെയ്ത് വായിക്കേണ്ടി വരും. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം നമ്മൾ സരിഗമ പഠിച്ചപ്പം എങ്ങനെ വായിച്ചേ? ഇതാണ് വായിച്ചത്. പക്ഷെ നമ്മൾ 2 ഫിംഗർ വായിക്കുമ്പോൾ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ. തോന്നുന്നു നമ്മൾ ഹിന്ദുസ്ഥാനി പഠിക്കുമ്പോൾ മാ വരെ നോർമലായിരിക്കും വരുന്നത്, പാ മുതലാണ് ഹൈ പിച്ച് വരുന്നത്. പക്ഷേ നമ്മൾ 2 ഫിംഗർ വായിക്കുമ്പോൾ മാ മുതൽ ഹൈ പിച്ച് വരും. മാ എന്ന് പറയുമ്പോൾ ഇത് ലോ പിച്ച് എന്നാലും ഈ സൗണ്ട് അല്ല വരുന്നത്, ഇതും മാ തന്നെയാണ്. ഫുൾ ഫിംഗർ പിടിച്ചാലും മായാണ് വരുന്നത്, ഫസ്റ്റ് ഫിംഗർ തുറന്നാലും മാ തന്നെയാണ് വരുന്നത്. നമ്മുടെ ഇതിനകത്ത് ഹിന്ദുസ്ഥാനിയിൽ ഫുള്ള് അടച്ചു പിടിച്ചാലും പാ തന്നെയാണ് കേൾക്കുന്നത്, തുറന്നാലും പാ തന്നെയാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ പായാണ് കർണാട്ടിക്കിനകത്തെ മാ. മനസ്സിലായോ? ഇത് പറഞ്ഞല്ലോ, ഫിംഗർ മാറുന്നതനുസരിച്ച് ഇങ്ങോട്ട് ചേഞ്ച് വരും. അപ്പം ഈ ഹൈ പിച്ച് വരുന്ന സ്ഥലത്ത് ഹൈ പിച്ച് തന്നെ ആവണ്ട, ലോ പിച്ച് അല്ല. സരിഗമയുടെ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടതിനകത്ത്, ഷോർട്ട് വീഡിയോ ഇട്ടതിനകത്ത് വെള്ളം പറഞ്ഞു എവിടെ പിടിച്ചാലും സൗണ്ട് കേൾക്കുമല്ലോ എന്ന്, ഏത് ഫിംഗറിൽ നിന്ന് തുടങ്ങിയാലും ഈ സരിഗമ തന്നെ കേൾക്കുമല്ലോ എന്ന് പറഞ്ഞു. ശരിയാ. നമ്മൾ 3 ഫിംഗറിൽ നിന്ന് ഇവിടുന്ന് തുടങ്ങിയാലും ഇങ്ങോട്ട് സരിഗമ വായിക്കാം, 2 ഫിംഗറിൽ നിന്ന് തുടങ്ങിയാലും വായിക്കാൻ പറ്റും. അതേപോലെ തന്നെ 5 ഫിംഗറിൽ നിന്നും. ഞാൻ ഇത്ര പഠിച്ചിട്ടുള്ളൂ, ഇതിൽ കൂടുതലുണ്ട് എങ്കിലും ഞാൻ ഇത്രേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി വായിക്കാൻ പറ്റും. പക്ഷേ ഈ ഹൈ പിച്ച് പറഞ്ഞ സ്ഥലത്ത് ഹൈ പിച്ച് തന്നെ വായിക്കണ്ടായോ? അല്ലെ നമ്മളെ മറ്റേ ആ സുഹൃത്ത് പറഞ്ഞതിലോട്ട് 2-3 വർഷം മുമ്പ് സരിഗമ പഠിച്ച് പാ പിടിക്കുമ്പോൾ മാത്രം ലോയിൽ പിടിച്ച് വായിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ കറക്റ്റായിട്ടൊന്നും തോന്നത്തില്ല. അപ്പോൾ ഹൈ പിച്ച് വായിക്കുന്നിടത്ത് ഹൈ പിച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. അത് പാടൊന്നുമില്ല, കുറച്ച് പ്രഷർ കൊടുക്കുമ്പോൾ ഹൈ പിച്ച് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇങ്ങനെ ഇത് ലോയിൽ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തോ സംഭവിക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കത്തില്ല, ഉണ്ടെങ്കിൽ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കത്തില്ല. ഈ ഫ്ലൂട്ട് നോക്കണം കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ 150 രൂപയുടെ ഫ്ലൂട്ട്. ഇതിൻ്റെ കോർക്കാണ് വളഞ്ഞിരുന്നത് പറഞ്ഞാൽ ഫ്ലൂട്ടിന് ഒരു വളവുണ്ട്.
പിന്നെ ഈ ഹോളൊക്കെ ഞാനൊന്നുകൂടി ഇച്ചിരി വലുതാക്കിയത് കേട്ടോ. ഇത് ഇത്ര പെർഫെക്റ്റ് അല്ല. ഞാൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഞാൻ ട്യൂൺ ചെയ്ത് ഒരുവിധം റെഡിയാക്കി എടുത്തത്. ഇത് ഇങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഈ സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പല പാട്ടുകളും എനിക്ക് നോട്ട് ഇടുമ്പോൾ ഞാൻ വായിച്ച് നോക്കുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പാ മാ ഗ, പാ മാ ഗ, അല്ലെങ്കിൽ പാ ഇത് മായിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് ഹൈ പിച്ച് നോട്ടായിരിക്കും. ഹൈ പിച്ച് നിന്നായിരിക്കും പായ് മായിലോട്ട് വരേണ്ടത്. നിങ്ങൾ ലോയിലോട്ട് വായിക്കുമ്പോൾ ആ പാട്ട് ചിലപ്പോൾ തെറ്റും. ഇപ്പോൾ ഞാൻ വായിച്ചു ഇപ്പോൾ ഒരു സംഭവം ഉണ്ടോ, ഇതിൻ്റെ ലാസ്റ്റ് നോട്ട് വരുന്നത് മാപ്പ മക, മാപ്പ മക, മാപ്പ മക, മാപ്പ മക. അപ്പം നമ്മൾ ഈ സംഭവം എല്ലാം പ്രാക്ടീസ് ചെയ്താലേ ഇങ്ങനെയുള്ള പാട്ടുകൾ വായിക്കുമ്പം ആ ഒരു ചെറിയ നോട്ട്, ആ ലാസ്റ്റ് വരുന്ന ഒരു കുഞ്ഞു നോട്ട് മാത്രം മാപ്പ മക. അത് പെട്ടെന്നാണ് വായിക്കുന്നത് കേട്ടോ. മാപ്പ മക, മാപ്പ മക. അപ്പം മാ പിടിച്ചിട്ട് പാ വരുമ്പോഴത്തേക്ക് അത് ഹൈ ആവും. ഹൈ എന്ന് വേണം അത് വായിക്കാം. അപ്പം പാ പിടിക്കുമ്പോൾ അത് ലോ ആവാൻ പാടില്ല. മനസ്സിലായല്ലോ? കഴിഞ്ഞ ഇതിനകത്തുള്ള പറഞ്ഞ സാധാ പോലെ വായിച്ചപ്പോൾ ഹൈ എന്തിനാണ് വായിക്കുന്നതെന്ന്. ഹൈ വരണം, ഹൈ ആണ് കിട്ടേണ്ടത്. മാപ്പമക എന്ന് പറയുമ്പോൾ ഹൈ തന്നെ കിട്ടണം. ഈ പാ അല്ല, ഇത് തെറ്റാ, ഇങ്ങനല്ല. അത് തന്നെ വായിക്കണം. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഞാനും പഠിച്ചത്. അല്ലെ എന്നെ ആരും പാട്ട് കുത്തിയിരുന്ന് എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ദിവസവും ഇരുന്ന് അതിനുവേണ്ടി എനിക്ക് എടുക്കാൻ പറ്റുന്ന എത്ര എഫേർട്ടോ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ എനിക്ക് ഒരു പാട്ട് പോലും എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. വായിച്ച് നോക്കിയാൽ എനിക്ക് കിട്ടത്തില്ല. അങ്ങനെ ചെറിയ ചെറിയ പാട്ടുകൾ, നമ്മൾ വലിയ പാട്ടിലോട്ട് പോകാതെ, ഒത്തിരി ഹൈ പിച്ചുള്ള പാട്ടിലോട്ട് പോകാതെ ചെറിയ പാട്ടുകൾ. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ചെറിയ ചെറിയ പാട്ടുകളുടെ, നിങ്ങളിപ്പോൾ സരിഗമയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എക്സസൈസൊക്കെ ചെയ്ത് ഒന്ന് പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഫ്ലൂട്ടിലോട്ട് നോക്കാതെ തന്നെ വായിക്കണം കേട്ടോ. അതൊന്നും നോക്കരുത്. കൈ അങ്ങനെ വരണം. ഒരു നോട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ കൈ അതേപോലെ പോയിരിക്കണം. ആ രീതിയിൽ നിങ്ങൾ വായിക്കാൻ പഠിക്കണം, സ്പീഡിൽ വായിക്കണം. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഗൂഗിളിനകത്തുണ്ട്, യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാട്ടിന് നോട്ട് കിട്ടും. ഈ കോമലില്ലാത്ത തന്നെ നോട്ടുകൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. ചെറിയ ചെറിയ ട്യൂണുകളൊക്കെ പഠിക്കാനൊക്കെ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ധൃതി വെച്ച് വായിക്കാതെ, അതിൽ ഇടയ്ക്കത്തെ വരി വായിക്കാതെ തുടക്കം മുതൽ തന്നെ വായിച്ച് നോക്കുക. സിമ്പിളായിട്ടുള്ള വരി എടുക്കണം. മനസ്സിലായോ? സിമ്പിളായിട്ട് എൻ്റെ അതിനകത്ത് ഞാൻ സിമ്പിളായിട്ടുള്ള കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാപ്പി ബർത്ത്ഡേയും എയർടെലിൻ്റെ ട്യൂണും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവമാണ് ഞാനും വായിച്ച് പഠിച്ചത്. അപ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു ട്യൂണിൻ്റെ ഒഴുക്കിൽ കൈ ഇങ്ങനെ വരത്തുള്ളൂ. പതുക്കെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ പിന്നീട് നമുക്ക് ഇതാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ചിലർക്കൊക്കെ ഈ പാട്ട് തലമുറ നല്ല മെമ്മറി ആയിട്ട് നിൽക്കുന്നവരുണ്ട്. ഇപ്പം ഞാൻ പഠിക്കുന്ന എപ്പോഴും ഞാൻ നോക്കിയേ വായിക്കത്തുള്ളൂ. ഞാൻ കാണാപ്പാടം അങ്ങനെ എല്ലാ പാട്ടൊന്നും ഞാൻ പഠിച്ചു വെച്ചിട്ടില്ല. കുറച്ച് പാട്ടുകൾ മാത്രം. ചില പാട്ടുകൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ അങ്ങനെ പോവും. എല്ലാ പാട്ടുകളൊന്നും അങ്ങനെ വരണമെന്നില്ല. ഇപ്പോൾ ഒരു പാട്ട് വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൈ അങ്ങനെ വരും. അല്ല നമ്മുടെ മനസ്സിനകത്ത് ആ ഒരു സ്വരം വരും, ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും. ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഇതിന് മുമ്പിട്ട് പഠിച്ചൊരു പാട്ട് എടുക്കാം. ഏതാണെന്ന് പറയുന്നില്ല, നിങ്ങൾ നോക്കിക്കോ. ഏത് മനസ്സിലാക്കണമല്ലോ. ഇപ്പം ഈ പാട്ട് ഞാൻ ആദ്യമൊക്കെ വായിച്ച്, പക്ഷേ ഞാനിത് ഫുള്ള് പഠിച്ചിട്ടില്ല. പാട്ടേന്ന് മനസ്സിലാക്കണമല്ലോ. പൊടിമീശ മുളയ്ക്കണ കാലം ഇടനെഞ്ചിൽ ബാൻഡടി മേളം. വേറെ ഉണ്ട് കേട്ടോ, പക്ഷേ ആ നോട്ടുകൾ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. സരിക ആ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കി അങ്ങോട്ടുള്ള വരി അത്ര മെമ്മറിയിൽ ഇല്ല. ചിലപ്പം ഫിംഗർ പിടിച്ച് വായിക്കുമ്പോൾ ചിലപ്പോൾ അത് കിട്ടുമായിരിക്കും. ഇപ്പോൾ പാട്ടുകളൊക്കെ കിട്ടുവാണെങ്കിൽ അപ്പോഴേ എഴുതി അങ്ങ് വെച്ചോണം. പിന്നെ സമയം കിട്ടുമ്പോൾ യൂട്യൂബ് തന്നെ നോക്കി. അവർ പഠിപ്പിക്കുന്നത് കാണുമ്പോൾ അറിയാമല്ലോ, അവർ ഓരോ വരിയും പറഞ്ഞു തരുന്നതിൻ്റെ കൂട്ടത്തിൽ നോട്ടും തരും. അപ്പോൾ അത് നോക്കുക. അവർ പറയുന്ന ഈ അക്ഷരങ്ങൾ ചില സമയത്ത് ചില ഫ്ലൂട്ടുകൾ വായിക്കുമ്പോൾ ഈ ഒരക്ഷരം ആയിരിക്കത്തില്ല. ഇപ്പോൾ ഒരു സാ എന്ന് പറഞ്ഞാലും സാ ചിലപ്പോൾ നമ്മൾ 2 പ്രാവശ്യം നാക്ക് വെച്ച് വായിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റ് ഇടയ്ക്കത്തെ സ്വരങ്ങൾ വായിക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി വായിച്ചാൽ മാത്രമേ കറക്റ്റ് ആവത്തുള്ളൂ. കറക്റ്റായിട്ട് അങ്ങനെ നോട്ട് തരുന്നവരും ഉണ്ട്. അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് നോക്കി നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് ഈ 2000-3000 രൂപയുടെ ഫ്ലൂട്ട് നിങ്ങൾക്ക് മേടിക്കാൻ
പറ്റത്തില്ലെങ്കിൽ മാത്രം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഉപയോഗിക്കുന്ന PVC ഫ്ലൂട്ടിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് മേടിക്കാം. ഇപ്പം ഞാൻ 6-7 വർഷമായി PVC ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും താഴെ വീണിട്ടുണ്ട്, പൊട്ടിയിട്ട് ഒന്നുമില്ല. നൂലഴിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ വേറെ ഒരു ഡാമേജും സംഭവിച്ചിട്ടില്ല PVC ഫ്ലൂട്ടിന്. അത്യാവശ്യം കൊള്ളാം. അത്യാവശ്യം ട്യൂണായിട്ടുള്ള ഫ്ലൂട്ട് തന്നെയാണ്. വെൽ ട്യൂൺ എന്ന് പറയുന്നില്ല, അത്യാവശ്യം. ഓരോരുത്തരുടെയും ഫ്രീക്വൻസി അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സംഭവിക്കും. അപ്പം അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ കയറി ഡയറക്റ്റ് മേടിക്കാം. ലെഫ്റ്റ് ഹാൻഡറാണോ റൈറ്റ് ഹാൻഡറാണോ അത് നോക്കി വേണം മേടിക്കാൻ. മെസ്സേജിനകത്ത് ഒരാൾ ചോദിച്ചു, എന്തുവാ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡറാണെങ്കിലും റൈറ്റ് ഹാൻഡറാണെങ്കിലും ഫ്ലൂട്ട് വാങ്ങിച്ചാൽ ഊതിയെ പോലെ എന്ന് ചോദിച്ചു. ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്. കാരണം ഇത് ഫ്ലൂട്ട് ഉണ്ടാക്കുന്നവർക്കേ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. നമ്മൾ റൈറ്റ് ഹാൻഡ് പിടിക്കുന്ന ആൾ ഊതുന്ന ഈ ഹോളുണ്ടല്ലോ, ഈ ഹോളിൻ്റെ ഭാഗം അവരൊരു സംഭവം ചെയ്ത് വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉരച്ച് ഒരു സൈഡിലോട്ട് ഒന്ന് കർവ് ചെയ്ത് വെക്കും. ഈ സൗണ്ട് പെർഫെക്റ്റ് ആകുമ്പോഴേ ചെറിയൊരു കർവ് കൊടുത്തിട്ടുണ്ട്. അത് ഈ സൈഡിലാണോ ഇതിന് മറു സൈഡിലാണെന്നോ അറിയത്തില്ല, ഇവിടെ ഒരു കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പെർഫെക്റ്റായിട്ട് സൗണ്ട് കിട്ടുന്നത്. ഇപ്പോൾ ഹോൾ ഇട്ടാലും സൗണ്ട് കേൾക്കും. അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡർ യൂസ് ചെയ്യുന്ന ഇത് എടുത്ത് നമ്മൾ തലതിരിച്ച് പിടിച്ച് ഊതിയാലും സൗണ്ട് കേൾക്കും. പക്ഷെ അത് പെർഫെക്റ്റ് ആവണമെങ്കിൽ അത് ആ ലെഫ്റ്റ് ഹാൻഡർ തന്നെ ഊതിയാലേ കറക്റ്റ് ആകത്തുള്ളൂ. അത് റൈറ്റ് ഹാൻഡറിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ല, അവരങ്ങനെയാണ് അത് ഉണ്ടാക്കി വിടുന്നത്. അതുകൊണ്ടൊരു ഫ്ലൂട്ട് മേടിക്കുമ്പോൾ അതും കൂടി ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.